പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജാനുവരി മാസം 16 ആമേൻ വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി അല്പസമയം കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ച ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ കഴിഞ്ഞ പകൽക്കാലം ഒളിപ്പിച്ചു വെച്ചതിന് സ്തോത്രം. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എന്നൊക്കെയും ഞങ്ങളെ വിടുവിച്ച് അങ്ങ് ഞങ്ങളെ കാവൽ ചെയ്ത കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണരുവാൻ അങ്ങ് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായിട്ട് കർത്താവിന് ഞങ്ങൾ മഹത്വം കരയേറ്റുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് യഹോവ അന്യസിയായി ഇന്ന് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം. യഹോവ എൽഷദായിയായി ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം. യഹോവ റാഫയായി ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം. ഓ യഹോവ ജൈറയായി അവൻ കരുതുന്നവനായി ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിന് സ്തോത്രം. ഞങ്ങൾ നന്ദി പറയുന്നു. നല്ല ഇടയനായി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് നടത്തുന്നതിന്, ആമേൻ, പച്ചയായ പുൽപ്പുറങ്ങളിൽ ഞങ്ങളെ കടത്തുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവ് അങ്ങനെ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആമേൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. എല്ലാവരും അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. തിരുവെഴുത്തിൽ പറയുന്നു, സങ്കീർത്തനങ്ങൾ 33:1 പറഞ്ഞു, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ച് ഉല്ലസിപ്പീൻ, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ആമേൻ. എന്നിട്ട് പറയാം, കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് കർത്താവിന് സ്തുതി പാടുവീൻ, കർത്താവിന് പുതിയ പാട്ട് പാടുവീൻ, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. ആമേൻ. 12-ാമത്തെ വാക്യം പറഞ്ഞു, യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും കർത്താവ് തനിക്ക് അവകാശമായി തെരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാം. വീട്ടിൽ പാട്ട് പാടുമ്പോഴും ആരാധിക്കുമ്പോഴൊക്കെ വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് പാട്ട് പാടാൻ പറ്റുകയാണെങ്കിൽ പാടണം. ആമേൻ. കൈകൾ അടിച്ചു വേണം പാട്ട് പാടുവാൻ, സന്തോഷത്തോടെ പാടണം. നിങ്ങൾ ആരും ഏത് സഭയിൽ പോകുന്നവരും ആയിക്കോട്ടെ, കൈ അടിച്ചു പാടണം കർത്താവിനെ, കേട്ടോ. കർത്താവിനെ പാട്ട് പാടുമ്പോൾ, കുടുംബമായിട്ട് നിങ്ങൾ പാടുമ്പോൾ എല്ലാവരോടും ഇരുന്ന് കൈ അടിച്ച് കർത്താവിന് പാട്ട് പാടണം. എന്നിട്ട് സ്തോത്രം പറയണം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തതിന് നന്ദി പറയണം. അത് വലിയൊരു അനുഗ്രഹമാണ്. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് കർത്താവിന് സ്തോത്രം പറയുന്നു. പ്രത്യേകിച്ച് അവരുടെ ആവശ്യങ്ങളിലൊക്കെയും കർത്താവിൻ്റെ കൃപ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ അങ്ങയുടെ വലിയ പ്രവൃത്തി തന്നെ കുഞ്ഞുങ്ങൾക്കായി ഇന്ന് പകൽക്കാലം വെളിപ്പെടുന്നതിന് സ്തോത്രം. രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. തലയ്ക്കകത്ത് വലിയ ഭാരം ആമേൻ കൊണ്ട് നടക്കുന്നു, തലയ്ക്കകത്ത് വലിയ ഭാരം ഫീൽ ചെയ്യുന്നവർ, ആമേൻ, ബാലൻസിനൊക്കെ പ്രോബ്ലം ഉള്ളവർ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, ഇപ്പോൾ സൗഖ്യമാകട്ടെ, പൂർണ്ണ സ്വസ്ഥത ഉണ്ടാകട്ടെ. ഹാർട്ട് ബീറ്റിൻ്റെ വേരിയേഷൻ, ആമേൻ, പൾസിൻ്റെ വേരിയേഷൻ ഉള്ളവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹാർട്ട് ബീറ്റ് കൂടുതലുള്ളവരുണ്ട്, ഹാർട്ട് ബീറ്റ് കുറവുള്ളവരുണ്ട്. ആമേൻ. അങ്ങനെ ഹാർട്ട് ബീറ്റിനകത്ത് പ്രോബ്ലംസ് ഉള്ള, വേരിയേഷൻസ് ഉള്ള എല്ലാവരും ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥതയും സൗഖ്യവും തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിച്ചിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നന്ദിയോടെ 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 അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ആമേൻ പൂർണ്ണ ആരോഗ്യമുള്ളവരായിത്തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആരോഗ്യമുള്ളവരായിത്തീരട്ടെ. പെർഫെക്റ്റ് ഹെൽത്ത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് കൊടുത്തിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ സാമ്പത്തികമായ ഭാരത്തിലൂടെ പോകുന്നവരുണ്ട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ അങ്ങനെ അത്ഭുത പ്രവൃത്തി തൻ്റെ മക്കൾക്കായിട്ട് ഇപ്പോൾ വെളിപ്പെടുന്നതിന് സ്തോത്രം. അങ്ങനെ അത്ഭുത പ്രവൃത്തി അങ്ങനെ മക്കൾക്കായിട്ട് ഇപ്പോൾ വെളിപ്പെടുന്നതിന് സ്തോത്രം. യേശുവിൻ നാമത്തിൽ അത്ഭുതം ഇപ്പോൾ തന്നെ നടക്കുന്നതിന് നന്ദി പറയുന്നു. ആമേൻ. താങ്ക് യു ജീസസ്. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവിൻ്റെ പ്രവൃത്തിക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ പ്രവൃത്തിക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. നന്ദി. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേല ചെയ്യുന്നവരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവ്, ലോകവ്യാപകമായ ഒരു ഉണർവ്, ഞങ്ങളുടെ കർത്താവിൻ്റെ വരവ്, പ്രാണപ്രിയൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ അതിന് വലിയൊരു ഉണർവിലേക്ക് ലോകവ്യാപകമായി സഭയെ കൊണ്ടുപോകുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. സകല മഹത്വവും പുകഴ്ചയാപ്പയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ കൃപയാൽ ഈ പോയ 2 ദിവസത്തെ മീറ്റിങ്ങുകൾ, തിങ്കളാഴ്ചയും ബുധനാഴ്ചയും കർത്താവ് വളരെ അനുഗ്രഹമായി
നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സമയം കർത്താവ് തന്നു. അതിന് കർത്താവിന് കൈ ഒന്ന് ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇനി നമ്മുടെ മീറ്റിംഗ് നാളെ വെള്ളിയാഴ്ച രാവിലെ ഇന്ത്യൻ സമയം 8:15 8:15 നമ്മുടെ സഭായോഗം ആരംഭിക്കും. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാകും. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ഓർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന ദൈവിക വചനമെന്ന് പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. നമ്മുടെ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം. അതിനവൻ, നീ വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്തത് ഒക്കെയും അറിയിക്കുക എന്ന് പറഞ്ഞു. അവൻ അവനെ അയച്ചു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും പട്ടണത്തിൽ എല്ലായിടവും അറിയിച്ചു. ഇന്നലെ നമ്മൾ പഠിച്ചത് ഡിവൈൻ സീക്രട്ടുകളാണ്, അതായത് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസാണ്. ഈ 2025 മുന്നേറുവാൻ ആവശ്യമായ ഡിവൈൻ പ്രിൻസിപ്പിൾസ്. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത്. ദൈവം നമുക്ക് ചെയ്ത സകല നന്മകൾക്കും നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. അത് ചെറുതായാലും വലിയതായാലും അക്നോളജ് ചെയ്യണം. അപ്പം കർത്താവിൻ്റെ സന്നിധിയിൽ മാറിയിരുന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, എനിക്ക് ആ ലഭിച്ച നന്മയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 200 രൂപയാണ് നിങ്ങൾക്ക് ഇൻക്രിമെൻ്റ് ആയിട്ട് കിട്ടിയതെങ്കിൽ പോലും ആ 200 രൂപയെ കണ്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ലഭിച്ച ഈ ഇൻക്രിമെൻറ്റിനായിട്ട്, അത് ചെറുതോ വലുതോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല, കർത്താവ് തന്ന ഈ നന്മയ്ക്കായിട്ട് സ്തോത്രം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച മാർക്കിനായിട്ട് സ്തോത്രം ചെയ്യണം. നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കുന്ന ആഹാരത്തിനായിട്ട് സ്തോത്രം ചെയ്യണം. അതായത് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നന്ദി പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അത് ഓർത്തോർത്ത് നമ്മൾ കർത്താവിന് നന്ദി പറയുകയും അതാത് ദിവസങ്ങളിൽ കൊടുക്കേണ്ട സ്തുതിയും സ്തോത്രവും കർത്താവിന് അർപ്പിക്കുകയും ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ, എന്നാൽ അതിലുപരിയായി ദൈവത്തെ നമുക്ക് ചെയ്ത നന്മകൾക്ക് നമ്മൾ സ്തോത്രം പറയുന്നവരായിരിക്കണം. സ്തോത്രം. അതുപോലെ ദൈവം നമ്മളിലൂടെ എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, മറ്റാർക്കെങ്കിലും ജീവിതത്തിൽ വിടുതലുണ്ടാകുമ്പോൾ, ആരെങ്കിലുമൊക്കെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമ്പോൾ, ആമേൻ, നമ്മൾ ഒരാൾക്ക് ആശ്വാസമായി മാറുമ്പോൾ ഒക്കെ നമ്മൾ കർത്താവിനെടുക്കുക വന്നിട്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ യോഗ്യതയല്ല, കഴിവല്ല, അങ്ങയുടെ കൃപയാ, ആ കൃപയ്ക്കായിട്ട് സ്തോത്രമെന്ന് പറയണം കേട്ടോ. കർത്താവ് അങ്ങനെ ഈ ദിവസങ്ങളിൽ നന്ദിയും സ്തുതിയും സ്തോത്രവും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരും. ആമേൻ. കുടുംബമായിട്ടിരുന്ന് സ്തോത്രം പറയണം. ആമേൻ. വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ കുടുംബമായിട്ടിരുന്നിട്ട് പറയണം, ഓരോരുത്തർ പറയണം, കർത്താവ് ഇന്ന് അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കണം. ആമേൻ. അപ്പനും അമ്മയും മക്കളും കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ പറയണം, ഇന്നത്തെ കാര്യങ്ങൾ, ഇന്നത്തെ ദിവസം ദൈവം ചെയ്തത്, എന്നിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കണം. നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ മുന്നേറുവാൻ തുടങ്ങും. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെക്കാളും നിങ്ങളുടെ സഹപാഠികളെക്കാളും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെക്കാളും ഒക്കെ വേഗത്തിൽ മുന്നേറും. എപ്പോഴാണെന്നറിയാമോ? നിങ്ങളുടെ ഭവനത്തിനകത്ത് ആരാധനയും സ്തുതിയും സ്തോത്രവും ഉയരുമ്പോൾ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ വായിച്ച വേദഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്കറിയാം, ഗദരദേശത്ത് കർത്താവ് ചെല്ലുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. എന്നാൽ അവനെ കർത്താവ് സൗഖ്യമാക്കി. അവൻ്റെ ഉള്ളിൽ കടന്നിരുന്ന പൈശാചിക ബന്ധനങ്ങളെ കർത്താവ് പുറത്താക്കി. അവൻ സ്വതന്ത്രനായി കഴിഞ്ഞപ്പോൾ അവൻ കർത്താവിനോടൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു, കർത്താവേ, ഞാൻ അങ്ങയുടെ കൂടെ അങ്ങ് പോരുക, അങ്ങയുടെ ഒരു ശിഷ്യനായിട്ട് കൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ച് ലൂക്കോസ് 8:39. അതിനവൻ, നീ വീട്ടിൽ ചെന്ന് ദൈവം നിനക്ക് ചെയ്തതൊക്കെയും അറിയിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ അയച്ചു. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്നത് നമ്മൾ മറ്റുള്ളവരോട് പറയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഒന്ന്, നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങൾ ദൈവത്തിന് നേരിട്ട് സ്തോത്രവും സ്തുതിയും ഒക്കെ അർപ്പിക്കുക. രണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്നത് മറ്റുള്ളവരോട് പറയും. എല്ലാ ദിവസവും ആരോടെങ്കിലുമൊക്കെ പറയണം, കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെക്കുറിച്ച് പറയണം. കർത്താവ് നിങ്ങൾക്ക് തന്ന സംരക്ഷണത്തെക്കുറിച്ച് പറയണം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയണം. മൗനമായിരിക്കരുത്. കർത്താവ് ചെയ്തത് മറ്റുള്ളവരോട് പറയണം. കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം. ഒന്ന്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. നിങ്ങളുടെ ഫാമിലി പ്രയറിൽ ദൈവത്തെ സ്തുതിക്കണം. എന്തിനുവേണ്ടി? ദൈവം ചെയ്ത ഓരോ ദിവസങ്ങളിലും നമുക്ക് തരുന്ന നന്മകൾക്കായിട്ട് എണ്ണി ദൈവത്തിന് സ്തോത്രം പറയണം. രണ്ടാമത് ചെയ്യേണ്ടതാണ്, നമ്മൾ മറ്റുള്ളവരെ കർത്താവ് ചെയ്തത് മറ്റുള്ളവരോട് പറയണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നല്ലവനായിരുന്നു, വിശ്വസ്തനായിരുന്നു, അക്നോളജ് ചെയ്യണം. മറ്റുള്ളവരോട് പറയണം, ഈ ദൈവം എനിക്ക് നല്ലവനാണ്, ഈ ദൈവം വിശ്വസ്തനാണ്, എൻ്റെ ആവശ്യങ്ങളിൽ കൂടെ ഇരുന്നവനാണെന്ന് പറയാൻ പഠിക്കണം കേട്ടോ. ഈ രണ്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കല്ല്. നിങ്ങളുടെ ജീവിതം മാറിമറിയാൻ പോവുക, മുന്നേറാൻ പോവുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 2025 അനുഗ്രഹത്തിൻ്റെ വർഷമാണ്. അനുഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യുന്ന വർഷമാണ്. അപ്പം ഈ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് വന്നില്ല എങ്കിൽ നാളെ രാവിലെ ഇന്ത്യൻ സമയം
നമുക്ക് ഒരുമിച്ച് കൂടാം. ഇന്ത്യൻ സമയം 8:15 നമുക്ക് ഒന്നിച്ച് ആമേൻ കർത്താവിനെ ആരാധിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കൈകൾ ഉയർത്തി പറ, ഐ ആം ബ്ലസ്ഡ്, ഐ ആം റിയലി ബ്ലസ്ഡ്, ഐ ആം പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ആമേൻ കടൽ തീരത്തിലെ മണൽത്തരി പോലെയും നമ്മൾ വർദ്ധിച്ചു പെരുകും. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നിങ്ങൾ കേട്ട മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാണോ? എങ്കിലൊരു 10, 15, 20 പേർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതുതായിട്ട് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുക. അവരും കേൾക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.